ഏകദേശം 150+ കൺട്രീസിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള IMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ് CMA എന്ന് പറയുന്നത്. +2 മിനിമം ക്വാളിഫിക്കേഷനുള്ള ഏവർക്കും ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്, CMA US മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അറൗണ്ട് 1 to 1.5 ഇയേഴ്സിൻ്റെ ടൈം ഡ്യൂറേഷൻ കൊണ്ട് നമുക്ക് ക്ലാസ്സസും എക്സാമിനേഷൻസും എല്ലാം CMA US ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് മോർ ഓവർ ഇതിൽ 2 എക്സാംസേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. മറ്റു പ്രൊഫഷണൽ കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അതും വെറും 2 എക്സാംസ് എഴുതിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അനദർ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ CMA US മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. അതായത് മറ്റുള്ള കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൺവീനിയൻറ്റിൽ അവർ പഠിച്ച് എക്സാംസ് എഴുതുന്ന ആ എക്സാമിനേഷൻ വിൻഡോ സ്റ്റുഡൻസിന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇയർലി 3 times ആയിട്ടാണ് എക്സാംസ് നടക്കുന്നത്. Jan, Feb, May, June ആൻഡ് September, October. ഈ ഒരു ടൈമുകളിൽ എപ്പോൾ വേണമെങ്കിലും ലോകത്ത് എവിടുന്ന് വേണമെങ്കിലും ഏത് ടൈമിന് വേണമെങ്കിലും നമുക്ക് എക്സാംസ് എഴുതാമെന്നുള്ളതാണ്. അതായത് മറ്റു കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എക്സാമിനേഷൻ നമുക്ക് എവിടുന്ന് എഴുതണം, അതുപോലെ തന്നെ എപ്പോൾ എഴുതണം, ഏത് ടൈമിന് എഴുതണം എന്ന് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. ഡിഗ്രി കഴിഞ്ഞിട്ട് CMA US എടുക്കുന്നത് ബെനിഫിഷ്യൽ ആണോ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. ആക്ച്വലി സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി എന്നുള്ളത് ഇപ്പോൾ ആക്ച്വലി ഒരു ബേസിക് എഡ്യൂക്കേഷനായിട്ട് മാറി. നമ്മളെ കോർപ്പറേറ്റ് കമ്പനികളിൽ നമുക്കൊരു വിചാരിക്കുന്ന ലെവലിൽ ഒരു ഹയർ ലെവൽ ഓഫ് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് മസ്റ്റായിട്ട് വേണമെന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അവിടെയാണ് CMA US ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഡിഗ്രി കംപ്ലീറ്റ് ആയ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഓൾറെഡി +2 കഴിഞ്ഞിട്ട് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഡിഗ്രിക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്തു. സോ അവർക്ക് ഇനിയും ഒരുപാട് ഡ്യൂറേഷൻ വരുന്ന ലെങ്തി കോഴ്സുകൾ ചെയ്യാന്ന് പറയുന്നത് ടാസ്ക് ആയിരിക്കും. സോ അവരെ സംബന്ധിച്ച് ഒരു 1 to 1.5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ വെറും 2 എക്സാംസേ ക്ലിയർ ചെയ്യേണ്ടതുള്ളൂ. ഒരു 2 എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ള അറൗണ്ട് 150+ കൺട്രീസിൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ കിട്ടുക എന്നുള്ളതാണ്. സോ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് നിർബന്ധമായിട്ടും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മാത്രമാണ് കമ്പനികളിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്കെയിലോട്ട് എത്താൻ പറ്റുള്ളൂ. സോ CMA US ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ CMA US വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. CMA കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് മാനേജീരിയൽ റോൾസിലോട്ടാണ് എൻ്റർ ചെയ്യാൻ പറ്റുക. ഫിനാൻസ് മാനേജർ, HR മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ്, ഇതുപോലത്തെ മാനേജീരിയൽ റോൾസിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റുക. സോ CMA എന്തായാലും നമ്മളിവിടെ ഫിൻസ്കോമിൽ വളരെ അടിപൊളിയായിട്ട് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിലെടുത്തൊക്കെ അവർക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനോട് കൂടെ തന്നെ നമ്മൾ ഫിൻസ്കോമിൻ്റെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് എന്നുള്ളതാണ്. ഒരുപാട് സ്റ്റുഡൻസ് CMA ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് വേറെ സ്ഥാപനത്തിൽ പോയിട്ട് ജോയിൻ ചെയ്യാറുണ്ട്. ആ ഒരു പ്രശ്നം ഇവിടെ അല്ല. ഇവിടെ നിങ്ങൾക്ക് CMA പഠിക്കുന്നതോട് കൂടെ തന്നെ പ്രാക്ടിക്കൽ നോളജ് കിട്ടുക എന്നുള്ളതാണ്. സോ അതിനൊരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് CMA കഴിഞ്ഞിട്ട് വീണ്ടും ടൈം വേറെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. CMA കംപ്ലീറ്റ് ചെയ്ത് നേരിട്ട് ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. റെഡി ഫോർ ജോബ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ നോളജും തിയറിറ്റിക്കൽ നോളജും ഒരേ സമയം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് നമ്മളെ ഫിൻസ്കോമിൽ നമ്മുടെ അക്കാദമിക് സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫിൻസ്കോമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് സെഷനിൽ സെപ്പറേറ്റ് ഒരു ടൈം അലോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരുപാട് സ്ഥാപനങ്ങളിൽ കണ്ടിട്ടുള്ളൊരു നെഗറ്റീവ് സൈഡാണ് ക്ലാസ്സസ് പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. ക്ലാസ്സസ് നമ്മൾ എന്തായാലും ടോപ്പിക്സ് എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കവർ ചെയ്ത് കൊടുക്കും. എല്ലാ ദിവസവും ഒരു 1, 2, 3 മണിക്കൂർ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് സെഷന് വേണ്ടി മാത്രം മാറ്റിവെക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോട് കൂടെ ഒരുപാട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടി ക്ലാസ്സിൽ നിന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റും. എക്സാംസ് പാസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ നോളജ് സ്റ്റുഡൻസിന് ക്ലാസ്സസിനോട് കൂടെ തന്നെ അവർ പ്രാക്ടിക്കലി ഒരു ജോബിലോട്ട് കയറുന്ന സമയത്ത് അവർക്ക് അറിഞ്ഞിരിക്കേണ്ട അക്കൗണ്ടിങ് സ്കിൽസ്, അതുപോലെ തന്നെ മാനേജീരിയൽ റോൾസ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇവിടുന്ന് ഡെലിവർ ചെയ്യുന്നുണ്ടുള്ളതാണ്. സോ ഫിൻസ്കോമിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു ജോയിൻ ചെയ്ത് ഒരു മാക്സിമം 1 ഇയേഴ്സ് അല്ലെങ്കിൽ 1.5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ CMAയും അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോളജും അച്ചീവ് ചെയ്തിട്ട് ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഫിൻസ്കോമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള
ഇൻഡസ്ട്രി നോളജ് ഉള്ള ഫാക്കൾട്ടി പൂളാണ്. അതിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും. ഒരുപാട് നമുക്കറിയുന്ന ഒരുപാട് വളരെ ടോപ്പിക്സിൽ നോളജ് ഉള്ള, പ്രാക്ടിക്കൽ നോളജ് ഉള്ള, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ഫാക്കൾട്ടീസാണ് ഫിൻസ്കോമിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ മെയിൻ ഒരു ബാക്ക് ബോൺ ആയിട്ട് വരുന്നത്. ഫിൻസ്കോമിൽ നമ്മൾ ആക്ച്വലി ഈ വരുന്ന അക്കാദമിക് ഇയറിൻ്റെ ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അഡ്മിഷൻസ് ഒക്കെ ഓൾറെഡി ഓപ്പൺ ആണ്. സോ കൊമേഴ്സ് സെക്ടറിൽ ഒരു ഡ്രീം കരിയർ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും യു മസ്റ്റ് യൂസ് ദീസ് ഓപ്പർച്യൂണിറ്റി. സ്റ്റാർട്ട് ഏർലി ആൻഡ് ഫിനിഷ് ഏർലി.